പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള പ്രതികരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ്. ഗുജറാത്ത് മോഡലിലുള്ള വർഗീയ വിഭജന ശ്രമം കേരളത്തിൽ CPIM നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെയാണ് AK ബാലൻ UDF ജയിച്ചാൽ ഇവിടെ കലാപം ഉണ്ടാകാൻ പോവുകയാണ്, മാറാട് പലതവണ ആവർത്തിക്കും എന്ന തീവ്ര സ്വഭാവമുള്ള പ്രതികരണം നടത്തിയത്. എന്നു മാത്രമല്ല, UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും ആഭ്യന്തരം, അവരായിരിക്കും കൈകാര്യം ചെയ്യുക, അങ്ങനെ വന്നാൽ മാറാട് ആവർത്തിക്കും എന്ന് AK ബാലൻ പറയുന്നു. ഇത് ഗുജറാത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ എന്ന മുസ്ലിം നേതാവ് മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നടത്തിയ പ്രചാരണത്തിന് സമാനമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഈ ബാലന്റെ നിലപാട് CPIM ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നു സതീശൻ. ബിനോയ് വിശ്വത്തിനോട് ഈ കാര്യത്തിൽ താങ്കളുടെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നു ഇപ്പോൾ VD സതീശൻ. ഇന്നലത്തെ AK ബാലന്റെ ആ സ്റ്റേറ്റ്മെന്റ് കൂടി കണ്ടതിന് ശേഷം ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ജമാഅത്തേക്കാളും വൃത്തികെട്ട രൂപത്തിലല്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത്? അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും 2 മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്, അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. സുനിൽ, ഇപ്പോൾ CPIMന്റെ മുതിർന്ന നേതാവായ AK ബാലൻ ആവർത്തിച്ച് പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം നേതാക്കളോ സംഘടനകളോ ഒക്കെ അതിലെ പ്രധാനികളായി മാറും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്നാണ്. മാറാട് കലാപം UDF വന്നാൽ ആവർത്തിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്ന സംഗതി. അതേസമയം സതീശൻ ഈ തിരിച്ചുള്ള ചോദ്യവും ചോദിക്കുന്നു, ഗുജറാത്ത് മോഡൽ വിഭജന ശ്രമമാണോ ഇത്തവണത്തെ പ്രധാന സംഗതി എന്ന്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM ഇപ്പോഴും വളരെ ആക്റ്റീവായി കൊണ്ടു നടക്കുന്ന ഒരു പ്രൊപ്പഗൻഡ ഒരു സ്ട്രാറ്റജി, UDF വന്നാൽ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വരും എന്നതാണോ? അതിപ്പോൾ തദ്ദേശത്തിൽ വിജയിച്ച ഒരു ഫോർമുലയല്ല, നിലമ്പൂർ വിജയിച്ച ഒരു ഫോർമുലയല്ല, പാലക്കാട് വിജയിച്ച ഒരു ഫോർമുലയല്ല, ലോക്സഭയിൽ വിജയിച്ച ഒരു ഫോർമുലയല്ല. പക്ഷെ എന്നിട്ടും CPM ഇപ്പോഴും പറയുന്നത് ഇതാണ്. അതിലിപ്പോഴും ആ പാർട്ടിയും അത്രയും കോൺഫിഡൻ്റ് ആണോ സുനിലെ? നിഷാദ്, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാക്കുകൾ ആവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് CPMന്റെ ഒരു മുതിർന്ന നേതാവ് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ അതിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ മുസ്ലിം ലീഗായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അതോടുകൂടി ഭൂരിപക്ഷം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തും എന്നൊരാശങ്ക പടർത്തി വിടുകയാണ്, ഒരു പ്രചരണം നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് അപ്പടി തന്നെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മറ്റൊരു തരത്തിൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ ചാരിക്കൊണ്ട് ആ പ്രചരണം അതേപടി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ AK ബാലന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബാലൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, മാറാട് പോലുള്ള നിരവധി വർഗീയ കലാപങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ UDFുമായി ഒരു അസോസിയേറ്റ് മെമ്പർ പോലും അല്ലാത്ത, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം പോലും UDFുമായി ഒരു അസോസിയേറ്റ് മെമ്പർ പോലും അല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി എന്തിന് ഈ ഘട്ടത്തിൽ ചാരിക്കൊണ്ട് ഇത്തരമൊരു പ്രസ്താവന നടത്തണമെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരു വശമാണ്, അതിനൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വശമാണ് എന്ന് മാത്രമേ ഇതിന് പറയാൻ കഴിയൂ. എന്തായാലും അതിനെതിരെ ഇപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ഈ പ്രചരണം ഇന്നും ഇന്നലെയും അല്ല തുടങ്ങിയത്, കഴിഞ്ഞ ഏറെക്കാലമായി ഇത്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണത്. ജമാഅത്തെ ഇസ്ലാമിയെ ചാരിയാണ് എന്നത് മാത്രമാണ്. പക്ഷേ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ ചാരുമ്പോഴും മുസ്ലിം വിരുദ്ധ പ്രചരണം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന പ്രചരണം വ്യാപകമായി പല കോണിൽ നിന്നും ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി വരുന്നതോടുകൂടി ഭൂരിപക്ഷം വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്കാണ് പ്രചരണം ഉയർത്തുന്നത്. അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു രാഷ്ട്രീയ അജണ്ട, പക്ഷേ അത് പാളിപ്പോയ അജണ്ടയാണ്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരെ അത്തരമൊരു അജണ്ട CPM മുന്നോട്ട് വെച്ചിട്ട് അത് പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ന്യൂനപക്ഷ സമുദായവും അകന്നുപോയി, ഭൂരിപക്ഷ സമുദായവും അകന്നുപോയി എന്ന് CPI അടക്കമുള്ള പാർട്ടികൾ പല വട്ടത്തിൽ പല ഘട്ടത്തിൽ CPMനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഗുണമുണ്ടായില്ല, ഇത്തരം പ്രചരണങ്ങളൊന്നും ഫലം ചെയ്തില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും CPMന് മാത്രം ഇക്കാര്യത്തിൽ അത് ഇപ്പോഴും അത്ര കണ്ടങ്ങ് മനസ്സിലായിട്ടില്ല എന്ന് വേണം AK ബാലന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും CPIനെ പിന്തുണയ്ക്കുമോ എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. മാത്രമല്ല VD സതീശന്റെ വാക്ക് പറഞ്ഞാൽ സംഘപരിവാറിന്റെ തീവ്ര
ലൈൻ, മുസ്ലിം വിരുദ്ധ ലൈൻ, ആ തീവ്ര മുസ്ലിം വിരുദ്ധ ലൈൻ കടമെടുക്കുകയാണ്. അത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കടമെടുത്ത് അവതരിപ്പിക്കുകയാണ് എ കെ ബാലൻ ചെയ്യുന്നത്. ഇത് CPM-ന്റെ പൊതു നിലപാടാണോ എന്ന് പറയണം. വലിയ തോതിലുള്ള വർഗീയ വിഭജനത്തിന് വഴിവെക്കുന്ന തരത്തിലേക്കുള്ള പ്രചാരണമാണ് ഇത്തരത്തിൽ നടത്തുന്നത്. മാത്രമല്ല ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമി CPM-നൊപ്പം നിന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ CPM-നൊപ്പം നിന്ന കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നോ എന്ന് വ്യക്തമാക്കണം എന്നു കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് VD സതീശൻ. അതായത് ഇത്തരമൊരു പ്രചരണം നടത്തി ഭൂരിപക്ഷ സമുദായത്തെ ആശങ്കയിലാക്കാനുള്ള CPM നീക്കത്തെ തുടക്കത്തിൽ തന്നെ വെട്ടുക എന്നതാണ് പ്രധാനമായും ഇതിലൂടെ VD സതീശൻ അല്ലെങ്കിൽ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നതെന്ന് വേണം പറയാൻ. എന്തായാലും ബാലന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പിന്നീട് CPM നേതാക്കളുടെ ആരുടെയും പ്രതികരണം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ അത്തരം പ്രചരണങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെ CPM അതിനെ പൂർണ്ണമായും ആ പ്രസ്താവനയെ അല്ലെങ്കിൽ ആ നിലപാടിനെ ഏറ്റെടുക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ നിലപാട് ഇക്കാര്യത്തിൽ വരും മണിക്കൂറിൽ അറിയേണ്ടത്.